തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 23 വയസ്സുള്ള ആദിത്യൻ എന്ന യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തെളിവെടുപ്പിനിടെ പോലീസിനെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കി ക്യാമറ നോക്കി പൊട്ടിച്ചിരിച്ച ജിബിനെ നിങ്ങൾ മറന്നു കാണില്ലല്ലോ. ഇന്നലെയായിരുന്നു ജിബിൻ്റെ ആ പെർഫോമൻസ്. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ 8ന്റെ പണി മേടിച്ചു ജിബിൻ. വൃത്താകൃതിയിലുള്ള ഒരു കേസ് രൂപപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം വെള്ളറട പോലീസ് സ്റ്റേഷനിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് ഇതാണ്: ഒരു റിട്ടയർഡ് CIയുടെ കൈയും കാലും തല്ലിയൊടിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ അങ്ങോളം ഇങ്ങോളമുള്ള 4 ഗുണ്ടാസംഘങ്ങൾക്കാണ് ഈ കേസ് പണി വാങ്ങിക്കൊടുക്കുന്നത്. കാര്യങ്ങൾ വിശദമായി പറയാം. ഞാൻ ആർ ശ്യാം ബാബു. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 11 രാത്രി 8 മണിക്ക് തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ചുവന്ന സ്വിഫ്റ്റ് കാർ എത്തി. കാറിലുണ്ടായിരുന്ന 3 യുവാക്കൾ നേരെ പോയത് സെക്യൂരിറ്റി സംവിധാനത്തിന്റെ മേധാവിയുടെ റൂമിലേക്ക്. സംഘടിച്ചെത്തിയ യുവാക്കൾ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന റിട്ടയർഡ് CI പ്രസാദിന്റെ കാലും കൈയും തല്ലിയൊടിച്ചു. ആരാണ് തല്ലിയതെന്നോ എന്തിന് തല്ലിയെന്നോ പ്രസാദിന് മനസ്സിലായില്ല. പരാതി വെള്ളറട പോലീസിന് മുൻപാകെ എത്തി. CCTV പരിശോധിക്കപ്പെട്ടു. എന്നാൽ വാഹനത്തിന്റെ നമ്പർ വ്യാജമായിരുന്നു. വാഹനത്തിന്റെ ദിശ നോക്കി 100ലധികം CCTV ക്യാമറകളുടെ മണിക്കൂറുകൾ നീളുന്ന ഫുട്ടേജുകൾ പോലീസ് ശേഖരിച്ചു. വെള്ളറട, ആര്യങ്കോട്, മാരായമുട്ടം എന്നിങ്ങനെ 3 പോലീസ് സ്റ്റേഷനുകളുടെയും പരിധിയിലൂടെ ഈ വാഹനം കടന്നുപോയിട്ടുണ്ട്. ഇതിനിടെ ഉപയോഗിക്കപ്പെട്ടത് 8 വ്യാജ നമ്പറുകൾ. അതിൽ നിന്ന് തുമ്പുണ്ടാക്കാൻ വെള്ളറട പോലീസ് കഠിന ശ്രമം നടത്തി. ഒടുവിൽ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയെ തിരിച്ചറിഞ്ഞു. നെയ്യാറ്റിൻകര സ്വദേശി ജയകുമാർ, അതായത് ആദിത്യനെ കൊലപ്പെടുത്തിയ ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നലെ പരിഹസിച്ച് ചിരിച്ച ജിബിന്റെ അച്ഛൻ. അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മകൻ ചിരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വാഹനം വാടകയ്ക്കെടുത്തത് മാരായമുട്ടം രഞ്ജിത്ത് കൊലക്കേസിലെ പ്രതി ശ്യാംലാല്. ഇവിടെയാണ് കാലത്തിന്റെ കാവ്യനീതി നടപ്പാകുന്നത്. ജിബിൻ അച്ചു എന്ന യുവാവിനെ കബളിപ്പിച്ച് അയാളുടെ പക്കൽ നിന്നും വാഹനം വാടകയ്ക്കെടുത്താണ് ആദിത്യനെ കൊലപ്പെടുത്തിയത്. അച്ചുവിന്റെ പിതാവ് സുരേഷിന്റെ പേരിലായിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ. അതിൽ ഭയന്ന് സുരേഷ് ആത്മഹത്യ ചെയ്തു. അതേ ജിബിനെ കബളിപ്പിച്ച് ശ്യാംലാല് വാഹനം വാടകയ്ക്കെടുത്തു. റിട്ടയർഡ് CIയുടെ കാലും കൈയും തല്ലിയൊടിച്ചു. രജിസ്റ്റേർഡ് ഓണർ ജിബിന്റെ പിതാവ് ജയകുമാർ. അതുകൊണ്ട് തന്നെ ജയകുമാർ പ്രതിയാകും. ശ്യാംലാലിനെ കൂടാതെ സജിൻ, രഞ്ജിത്ത്, ലാൽ പ്രസാദ് എന്നിവരും കേസിലെ പ്രതികളാണ്. ഇനി എന്തിന് റിട്ടയർഡ് CIയുടെ കാലും കൈയും തല്ലിയൊടിച്ചെന്ന് അറിയണ്ടേ? കാര്യം ഇതാണ്. 1-ാം പ്രതി സജിന്റെ സഹോദരൻ കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളെ മോഷണ കേസിൽ കുടുക്കാൻ സെക്യൂരിറ്റി സംവിധാനത്തിന്റെ ചുമതലയുള്ള പ്രസാദ് ശ്രമിച്ചത്രേ. 1 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് സജിൻ ശ്യാംലാലിന് കൈമാറിയത്. ശ്യാംലാൽ മറ്റ് 2 പേർക്കായി 25,000 രൂപ വീതം കൈമാറി. ശേഷമായിരുന്നു ആക്രമണം. മുൻപ് ഒരുമിച്ച് ജയിലിൽ കിടന്ന പ്രതികൾ കൊട്ടേഷനിലേക്ക് തിരിയാൻ അവിടെ വെച്ച് തന്നെ തീരുമാനമെടുത്തിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട വടകര ജോസിനെ 2016-ൽ മാരായമുട്ടം ബിവറേജിന് മുന്നിലിട്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് ശ്യാംലാലിന്റെ സുഹൃത്തായിരുന്നു. ശ്യാംലാലും സഹോദരനും ചേർന്ന് കഴിഞ്ഞ വർഷം രഞ്ജിത്തിനെ ടിപ്പറടിച്ച് കൊലപ്പെടുത്തി. ജോസ് വധക്കേസിലെ മറ്റ് 2 പ്രതികൾ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. 3 പ്രതികളും മരിച്ചതോടെ കേസ് കോടതി അവസാനിപ്പിച്ചു. എന്നാൽ കോടതി അവസാനിപ്പിച്ച കേസിൽ കാലം ഇപ്പോൾ വിധി പറയുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളറട കേസിന് വൃത്താകൃതിയാണെന്ന്. ഒരു കേസിൽ ഉൾപ്പെട്ട് അഴിക്കുള്ളിലാകുന്ന പ്രതി സെല്ലിനുള്ളിൽ വെച്ച് സമാന മനസ്കരുമായി ബന്ധം സ്ഥാപിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇവരെല്ലാം ചേർന്ന് ഒരു ടീമായി മാറുന്നു. സംസ്ഥാനത്തെ ഗുണ്ടാസംഘങ്ങളെ പലപ്പോഴും ബന്ധപ്പെടുത്തുന്നത് ഈ രീതിയാണ്. വെള്ളറട കേസ് അതിന് ഒരു ഉദാഹരണം മാത്രം.
ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാം ബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.